പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുപ്പിൻ നാളെടുത്തിതാ, മാറ്റുലി ഞാൻ കേട്ടിടും നീതാ. ലോകമെങ്ങും പോകാം, സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. ശത്രു നിന്റെ മുൻപിലുള്ളതാ, തെല്ലുമേ ഭയന്നിടേണ്ട നീ. എന്തു കാസർവായുധം കോട്ട കാത്തു കൊള്ളുക, ക്രിസ്തു തന്നെ സേനാനായകൻ. ദേശത്തിൻ്റെ കാവൽ ചെയ്തിടാ, കാവൽക്കാര രാത്രി എന്തായി? ദൂരെ നിന്നു കേൾക്കും നാദമൊന്നു കാതിൽ, കാവൽക്കാര രാത്രി എന്തായി? വന്നിടും പ്രഭാതമൊന്നതിൽ, അന്നു വന്നുദിക്കും സൂര്യനാ. അന്നു തൻ്റെ ശുദ്ധ നിത്യതയിലെത്തും, നിത്യകാലം വാഴമോദമാ. വേഗം നാം ചേർന്നിടും. ആമേൻ, സ്തോത്രം. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധ വേദഭാഗം 106 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയുടെ വീര്യപ്രവർത്തികളെ ആർ വർണ്ണിക്കും? അവന്റെ സ്തുതിയെ ഒക്കെയും ആർ വിവരിക്കും? ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവനും ഭാഗ്യവാന്മാർ. യഹോവേ, നീ തെരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിന്, നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും, നിന്റെ അവകാശത്തോടു കൂടെ പുകഴേണ്ടതിനും, നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു, ഞങ്ങൾ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽ കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. എന്നിട്ടും അവൻ തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തൻ്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി. അവൻ പകയന്റെ കയ്യിൽ നിന്നും അവരെ രക്ഷിച്ച് ശത്രുവിന്റെ കയ്യിൽ നിന്നും അവരെ വീണ്ടെടുത്തു. വെള്ളം അവരുടെ വൈരികളെ മൂടിക്കളഞ്ഞു, അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല. അവർ അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവന് സ്തുതി പാടുകയും ചെയ്തു. എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്ന് അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതും ഇല്ല. മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു, നിർജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണനെ ക്ഷയം അയച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവവചനത്തിൽ നിന്നും ചില ഭാഗങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. എൻ്റെ പണം എനിക്ക് സ്വന്തം എന്നതിനെക്കുറിച്ച് വിശുദ്ധ വേദഭാഗത്തിലൂടെ നമുക്ക് നോക്കാം. ധനവാന്റെയും ലാസറിന്റെയും കഥയിൽ ധനവാൻ പാതാളത്തിലേക്ക് പോയതായി നാം കാണുന്നു. അവൻ ഒരു വ്യഭിചാരിയോ ദൈവദൂഷകനോ ആയിരുന്നില്ല. അവൻ കൊല ചെയ്യുകയോ മോഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ അവനെക്കുറിച്ച് അനേക നല്ല കാര്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. അവൻ തൻ്റെ സഹോദരന്മാരെ സ്നേഹിച്ചു, അബ്രഹാമിനെ പിതാവേ എന്ന് വിളിക്കുന്നു. അവനിൽ എന്തെങ്കിലും ദുഷ്ടത കണ്ടതായി അബ്രഹാമും അവനെ കുറ്റപ്പെടുത്തുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവൻ പാതാളത്തിലേക്ക് പോയത്? ധനവാൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി സുഖിച്ചു കൊണ്ടിരുന്നതാണ് അവൻ പാതാളത്തിലേക്ക് പോകുവാനുള്ള ഒരു കാരണം. വേദപുസ്തകം എഴുതിയ കാലത്ത് ധൂമ്രവസ്ത്രവും പട്ടും വളരെ വിലപിടിപ്പുള്ളതും രാജകീയവുമായ വസ്ത്രം ആയിരുന്നു. ഒരുപക്ഷെ നീ ഒരു ധനവാൻ ആയിരുന്നേക്കാം. എൻ്റെ സ്വന്തം പണം ഉപയോഗിച്ചാണല്ലോ ഞാൻ വിലയേറിയ വസ്ത്രം ധരിക്കുന്നത്. വിലയേറിയ കാറും മറ്റ് ആഡംബരപരമായ
സാധനങ്ങളും ഉപയോഗിക്കുന്നത് എന്ന് നീ പറഞ്ഞേക്കാം. എന്നാൽ നിന്റെ പണം അപ്രകാരം വിനിയോഗിക്കുമ്പോൾ തിരുവചനം നിന്നെ കുലപാതകൻ എന്ന് വിളിക്കുന്നു. ഞാൻ ആരുടെയും പണം എടുക്കുന്നില്ലല്ലോ, ഞാൻ ആരെയാണ് കൊല്ലുന്നത് എന്ന് ഒരു പക്ഷേ നീ ചോദിച്ചേക്കാം. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കുല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ച് കൊന്നു എന്ന് യാക്കോബ് 5:5-6 വാക്യങ്ങളിൽ കാണുന്നു. ആഡംബരത്തോടെ നിങ്ങൾ ജീവിക്കുമ്പോൾ പട്ടിണിയിലും പോഷകാഹാര കുറവിനാലും മരിച്ചുകൊണ്ടിരിക്കുന്ന അനേക ദരിദ്രരെയും സാധുക്കളെയും നിങ്ങൾ ധാർമ്മികമായി കൊല്ലുകയാണ്. നിങ്ങളുടെ ദശാംശം മാത്രമല്ല, നിങ്ങളുടെ ഓരോ ചില്ലിക്കാശും ദൈവത്തിന് സ്വന്തമെന്ന് ഓർത്തുകൊള്ളുക. ഒരു നാൾ നീ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. സുഖമായി ജീവിച്ച് ആഡംബരത്തിനായി പണം ചെലവഴിക്കുന്നവർക്ക് വേദനാജനകമായ അന്ത്യം ഉണ്ടാകും. അവരുടെ ജീവിതം തന്നെ വേദനാജനകമായിരിക്കും. അവൾ തന്നെ താൻ മഹത്വപ്പെടുത്തി പുളച്ചയിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പിൻ എന്ന് വെളിപ്പാട് 18:7 കാണുന്നു. പ്രിയ ദൈവപൈതലേ, എളിമയും താഴ്മയുമുള്ള ജീവിതമാണ് ഏറ്റവും സന്തോഷകരമായ ജീവിതം. ദൈവം നിനക്ക് പണം നൽകുന്നു, എന്നാൽ അത് അവന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണം എന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ മറ്റൊരു ഭാഗം നാം നോക്കുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടി എന്നതിനെ കുറിച്ച് ദൈവവചനത്തിൽ കാണുന്നത് 2 ദിനവൃത്താന്തം 16:9 യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും മൂടാടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൃഷ്ടി എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ദൈവം അറിയുന്നു. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെ ഒക്കെയും കാണുന്നു എന്ന് 33-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യത്തിൽ കാണുന്നു. ദൈവത്തിന്റെ ദൃഷ്ടി നമ്മെ ശോധന ചെയ്യുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് 139-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ കാണുന്നു. പ്രിയരെ, ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിപ്പാൻ നമുക്ക് സാധ്യമല്ല. അത്രയും ശക്തമാണ് ദൈവത്തിന്റെ ദൃഷ്ടി. ആ ദൃഷ്ടി കരുതലിന്റെയും കരുണയുടെയും സ്നേഹത്തിന്റെയും അലിവിന്റെയും ദൃഷ്ടിയാണ്. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്നു എന്ന് 34-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ കാണുന്നു. ദൈവത്തിന്റെ ദൃഷ്ടി നമ്മെ വഴി നടത്തുകയും ആലോചന പറഞ്ഞു തരികയും ചെയ്യുന്നു. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. പ്രിയരെ, യേശുവിന്റെ ഒരു നോട്ടം പോലും വളരെ ഹൃദയസ്പർശിയും ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതും ആയിരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22:61 കാണുന്നത്, കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി. ഹല്ലേലൂയ. യേശുവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞതിന് ശേഷം യേശുവിന്റെ ആ നോട്ടം പത്രോസിന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി അവനിൽ അനുതാപം ജനിപ്പിച്ചു. അവൻ പുറത്തുപോയി കഠിനമായി കരഞ്ഞു. നിരാശയുള്ളവന് അനുതാപവും പ്രത്യാശയും നൽകുന്നു യേശുവിന്റെ ആ നോട്ടം. നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യവുമായി തന്നെ സമീപിച്ചവനെ യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ച്, ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. മർക്കോസ് 10:21. യേശുവിന്റെ നോട്ടം ശിക്ഷയുടെ നോട്ടമല്ല, സ്നേഹത്തിന്റെയും കരുണയുടെയും മാറ്റത്തിന്റെയും നോട്ടം ആണ്. ഹല്ലേലൂയ. സ്തോത്രം. ആയതിനാൽ ഈ ദൈവ സ്നേഹത്തിൽ ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഹല്ലേലൂയ നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, നാഥാ, അങ്ങയുടെ ഒരു നോട്ടം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റി മറിക്കുന്നല്ലോപ്പാ. യേശുവിന്റെ നോട്ടം അനേകരെ ബലവാന്മാരാക്കി സൗഖ്യം നേടുവാൻ ഇടവരുത്തിയല്ലോ.
അനേകർക്ക് മാനസാന്തരം വരുത്തിയല്ലോ. യഹോവയുടെ ദൃഷ്ടി എല്ലായിടവും ഉള്ളതിനായി സ്തോത്രം. ആ ദൃഷ്ടിയിൽ നിന്ന് ഹല്ലേലൂയ ആമേൻ യേശു കർത്താവിൽ നിന്ന് മാറിപ്പോകുവാൻ ഞങ്ങൾക്ക് ഒരിക്കലും ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ലല്ലോ. സകലവും അവന്റെ കണ്ണിന് മുന്നിൽ നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നാഥ, ഞങ്ങളും ദൈവത്തിന്റെ മുന്നിൽ ഭയത്തോടെ വിരയലോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവസന്നിധിയിൽ നിന്നും മറഞ്ഞിരിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരരുതേ. അത്യുന്നതനായ ദൈവത്തിന്റെ മറവിലായിരിക്കാൻ സർവശക്തന്റെ ചിറകിന്റെ കീഴിൽ വസിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം നാഥ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കുമെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ കർത്താവേ, ഞങ്ങൾ വാടാത്ത കിരീടം പ്രാപിക്കുന്നവരായി തീരുവാൻ, അതിനായി ഞങ്ങൾ ഒരുങ്ങുവാൻ ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണം. അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദി പറയുന്നു അപ്പാ. ഐസിന്റെ ഒരു ദിനം കൂടി നീട്ടി തന്നതിനായ സ്തോത്രം. ഇത്രത്തോളം സന്തോഷവും സൗഖ്യവും സമാധാനം തന്നതിനായി നന്ദി പറയുന്നു അപ്പാ. ഈ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കൊരു ഭാഗ്യ പദവി തന്നതിനായി നന്ദിയുടെ സ്തോത്രം കർത്താവേ. എത്രയോ പേർ ഇന്നും ജീവനുള്ള ദൈവം ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ദൈവത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ നാഥ, ഞങ്ങൾക്ക് അങ്ങയുടെ സ്നേഹം പങ്കുവയ്ക്കുവാൻ, ഹല്ലേലൂയ, നീ തന്ന മകൾ സ്നേഹത്തിനായി, ഈ ഭാഗ്യ പദവിക്കായി നന്ദി പറയുന്നു കർത്താവേ. സ്തോത്രം. അങ്ങ് ഞങ്ങളെ എത്രത്തോളം സ്നേഹിച്ച അങ്ങയുടെ മകൾ സ്നേഹത്തിനായി നന്ദി പറയുന്നു. സ്വന്തം ജീവൻ പോലും അടിയങ്ങൾക്ക് വേണ്ടി തന്ന അങ്ങയുടെ ആ മഹാസ്നേഹത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം. അതാ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സകല നന്മകൾക്ക് നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനില്ല നാഥാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതാ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണപ്പാ. എല്ലാവർക്കും സൗഖ്യവും വിടുതലും സമാധാനവും നൽകി നിത്യജീവന് വേണ്ടി സകലരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ, ദൈവദാനമായി നൽകിയ ഈ ആത്മാവിനെ നഷ്ടമാക്കാതെ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണമേ. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന വചനം പോലെ കർത്താവേ, യേശുവിനെ നാഥനും രക്ഷകനും കർത്താവുമായി ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് യേശുവിന്റെ പ്രിയ മക്കളായി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നല്ലോ നാഥ. ദിനംതോറും യേശുവിന്റെ രക്തത്താലും വചനത്താലും ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണപ്പാ. സന്തോഷത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ കർത്താവിനോട് അറിയിച്ച് മുന്നോട്ട് പോകുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണപ്പാ. കർത്താവെ, തുടർന്ന് ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവാകുന്ന ദൈവം തന്നെ അടിയങ്ങളെ ആശ്വസിപ്പിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിനംതോറും പരിശുദ്ധാത്മാവിന്റെ വാക്കുകൾക്ക് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. നാളുകൾ ദൈവശബ്ദം കേൾപ്പാൻ ഞങ്ങളുടെ കാതുകളെ ശുദ്ധീകരിക്കണപ്പാ. സ്വർഗീയ ദർശനങ്ങൾ കാണുവാൻ തക്കൊണ്ട് ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടിയെ ഒന്ന് പ്രകാശിപ്പിക്കണം കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. ദൈവശബ്ദം കേട്ട് അതിന് പ്രകാരം മുന്നോട്ട് പോകാം ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണപ്പാ. അനുഗ്രഹിക്കും, മാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം.